ക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞ പ്രിയ സഹോദരീ സഹോദരന്മാരെ, വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 9-ാം വാക്യം. സമാധാനം സ്ഥാപിക്കുന്നവർ ഭാഗ്യവാന്മാർ, എന്തെന്നാൽ അവർ ദൈവപുത്രന്മാരെന്ന് വിളിക്കപ്പെടും. പാക്സ് എറ്റ് ബോനും, സമാധാനവും നല്ലതും വരട്ടെ. ഫ്രാൻസിസിന്റെ വാക്കുകളാണിവ. തൻ്റെ ജീവിതത്തിൽ ഫ്രാൻസിസ് കണ്ടുമുട്ടിയിട്ടുള്ള എല്ലാവരോടും പറഞ്ഞിട്ടുള്ള വാക്കുകളാണിവ. ഇന്ന് സമൂഹത്തിൽ, മാർക്കറ്റിൽ, വിപണിയിലുണ്ടെങ്കിൽ ഏറ്റവും മൂല്യമേകുന്ന അല്ലെങ്കിൽ ഏറ്റവും വിലപിടിപ്പുള്ള ഒരു വസ്തു എന്ന് പറയുന്നത് സമാധാനം തന്നെയായിരിക്കും. നമ്മിൽ പലർക്കും നഷ്ടപ്പെട്ടു പോയതും നാം ഓരോരുത്തരും തേടി ഇറങ്ങിയിട്ടുള്ളതും ഈ പറയുന്ന സമാധാനത്തിന് വേണ്ടിയിട്ടാണ്. സമാധാനത്തിലായിരിക്കുക എന്ന് പറയുമ്പോൾ ഏറ്റവും പ്രധാനമായി അപരനോട് സമാധാനത്തിലായിരിക്കുക, പ്രകൃതിയോട് സമാധാനത്തിലായിരിക്കുക, ഞാൻ എന്നോട് തന്നെ സമാധാനത്തിലായിരിക്കുക, പരമപ്രധാനമായിട്ട് ദൈവത്തോട് സമാധാനത്തിലായിരിക്കുക, അപരനോട് സമാധാനത്തിലായിരിക്കുക. വിശുദ്ധ ഫ്രാൻസിസ് അസീസി തൻ്റെ ജീവിതത്തിൽ മരിക്കാൻ പോലും സന്നദ്ധനായിക്കൊണ്ട് സുൽത്താൻ മാലിക്കിൻ്റെ അരികിലേക്ക് പോകുന്നത് ചരിത്രത്തിൽ നമ്മൾ വായിച്ചു കേട്ടിട്ടുണ്ട്. ഫ്രാൻസിസിനെ കണ്ടപ്പോൾ സുൽത്താന് ഫ്രാൻസിസിനെ ഒരു സമാധാന ദൂതനായിട്ടാണ് കാണാനായിട്ട് സാധിച്ചത്. തുടർന്നവർ സൗഹൃദത്തിലാവുകയും ഫ്രാൻസിസിനെ സമാധാനത്തിൽ തിരികെ അയക്കുകയും ചെയ്തു. പ്രകൃതിയോട് സമാധാനത്തിലായിരിക്കുക. ഒരു ഗ്രാമത്തെ മുഴുവൻ ഭയത്തിൻ്റെ മുൾമുനയിൽ നിർത്തിയ ചെന്നായെ വിശുദ്ധ ഫ്രാൻസിസ് തൻ്റെ സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സമീപനം മൂലം സൗമ്യനാക്കി തീർത്തത് നമ്മൾ വായിച്ചു കേൾക്കുന്നുണ്ട്. നാം നമ്മോട് തന്നെ സമാധാനത്തിലായിരിക്കുക. ജീവിതത്തിൻ്റെ വ്യഗ്രതയിൽ, ജീവിതത്തിൻ്റെ നെട്ടോട്ടത്തിൽ പലപ്പോഴും നമുക്ക് നഷ്ടമായി പോകുന്ന ഒന്നാണ് സമാധാനം. പഴമക്കാരിങ്ങനെ പറഞ്ഞു വയ്ക്കുന്നുണ്ട്, നിങ്ങൾ തൂമ്പായെ പോലെ ആകാതെ ഷവല് പോലെ ആവാൻ. രണ്ടിൻ്റെയും ധർമ്മം ഒന്നാണെങ്കിൽ പോലും ഷവല് കോരി നൽകുന്ന ഒരു സ്വഭാവക്കാരനാണ്. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമുക്ക് ലഭിച്ചിട്ടുള്ളത് മറ്റുള്ളവർക്ക് നൽകാതെ പോയതിൻ്റെ പേരിൽ സമാധാനം നഷ്ടമായി പോകുന്ന പല സിറ്റുവേഷൻസിലും നാം ഓരോരുത്തരും അത് ചെന്നകപ്പെടാറുണ്ട്. പരമപ്രധാനമായി ദൈവത്തോട് സമാധാനത്തിലായിരിക്കുക. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം 28-ഉം 29-ഉം വാക്യങ്ങൾ ഇപ്രകാരം പറയുന്നുണ്ട്: അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായ നിങ്ങൾ എൻ്റെ അരികിൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ദൈവത്തിങ്കിലേക്ക് ഓടിയെത്തുന്നവരെ സമാധാനിപ്പിക്കുന്ന ദൈവം. നാം ഓരോരുത്തരും പലപ്പോഴും കണ്ടിട്ടുള്ള ഒരു ചിത്രമാണ് ക്രിസ്തുവിനെ വാരിപ്പുണർന്നു നിൽക്കുന്ന ഫ്രാൻസിസിനെ. ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കുമ്പോൾ ഫ്രാൻസിസിന്റെ മുഖത്ത് നിഴലിക്കുന്ന സമാധാനം ഒരു ഭംഗിയുള്ള ഒരു വസ്തുത തന്നെയാണ്. നമ്മളുടെ ജീവിതത്തിലും നഷ്ടമായി പോകുന്ന ആ ഒരു സമാധാനം ദൈവത്തോട് ചേർന്ന് നിന്നുകൊണ്ട് നേടുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും പരിശ്രമിക്കാം. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 9-ാം വാക്യം ഇപ്രകാരം പറയുന്നു: സമാധാനം സ്ഥാപിക്കുന്നവർ ഭാഗ്യവാന്മാർ, എന്തെന്നാൽ അവർ ദൈവപുത്രന്മാരെന്ന് വിളിക്കപ്പെടും. നാം ഓരോരുത്തരും ആഗ്രഹിക്കുന്നതും പരിശ്രമിക്കുന്നതും ദൈവപുത്രന്മാരാകാനും ദൈവപുത്രിമാരാകാനും ഒക്കെയാണ്. നമുക്ക് നൽകപ്പെട്ടിട്ടുള്ള പ്രകൃതിയെയും നമ്മുടെ ചുറ്റുപാടുമുള്ള ഓരോരുത്തരെയും നമ്മെ തന്നെയും ദൈവത്തോടും ചേർന്ന് നിന്നുകൊണ്ട് സമാധാനത്തിലായിരിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും പരിശ്രമിക്കാം. ഫ്രാൻസിസ് ഇപ്രകാരം പറഞ്ഞതുപോലെ നമുക്കും പറയാനായിട്ട് സാധിക്കട്ടെ: ദൈവമേ, അങ്ങേ സമാധാന ദൂതനായി എന്നെ അയക്കണമേ. ഫ്രാൻസിസിന്റെ തിരുനാൾ ആഘോഷിക്കുന്ന നാം ഓരോരുത്തരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.